എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് കീബോർഡ് സോങ് ലെസൺ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർജി. ഇന്ന് നമ്മൾ ഒരു 2 വരി സോങ്ങാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ജിങ്കിൾ ബെൽ ഇതാണ് പഠിക്കാൻ പോകുന്നത്. അത് ഒരേ 2 ലൈനിലുള്ള 2 ലൈൻ റിപ്പീറ്റേഷനാണ് നമ്മൾ ഒരു തവണയോടെ വായിക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ കീബോർഡിനെ സംബന്ധിച്ച് ചില ഓപ്പറേഷൻസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പഠിക്കണം. ആദ്യം നമുക്ക് ഈ സോങ് വായിക്കുന്നതിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോഡ്സൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്, മ്യൂസിക് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്. അപ്പം അത് നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പം നമുക്ക് ലെസണിലേക്ക് പോകാം. അപ്പം ജിങ്കിൾ ബെൽസിൻ്റെ ഒന്നാമത്തെ ലൈൻ ഇത് മുഴുവൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വലിയ സ്വരങ്ങളാണ്. അപ്പോൾ ആ വലിയ സ്വരങ്ങൾ, അതായത് ശങ്കരാഭരണം രാഗത്തിൻ്റെ തന്നെ സ്വരങ്ങൾ വെച്ച് ഇത് വായിക്കണം. അപ്പോൾ നമുക്ക് നോക്കാവുന്നത് ഓർഗനിലേക്ക് മാറ്റാം. വോയിസ് യെസ്. അപ്പോൾ ഒന്നാമത്തെ ലൈൻ ഗ ഗ ഗ എഗൈൻ ഗ ഗ ഗ ഗ പ സ രി ഗ. ഒന്നാമത്തെ ലൈൻ ഒരു തവണ വായിക്കാം. ഒരു ബാറിനകത്ത് 4 നോട്ടുണ്ട്, അത് ആലോചിച്ചോണം. ഒരു ബാറെന്ന് പറഞ്ഞാൽ ആ നോട്ടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു വെസ്റ്റേണിലാണ് അതിന് ബാറെന്ന് പറയുന്നത്, ഈ സ്റ്റേവ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ ഗ ഗ ഗ ഗ ഗ ഗ പ സ രി ഗ. രണ്ടാമത്തെ ലൈൻ മാ 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 ഗ ഗ ഗ ഗ ഗ രി രി ഗ രി പ. ഒരു തവണ കൂടെ മാ സോറി മാ 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 ഗ ഗ ഗ ഗ ഗ രി രി ഗ രി പ. വീണ്ടും ഒന്നാമത്തെ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഗ ഗ ഗ ഗ ഗ ഗ ഗ പ സ രി ഗ. മാ 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 ഗ ഗ ഗ ഗ പ പ മ രി സ. ലാസ്റ്റ് ലൈൻ ഒന്നുകൂടെ മാ 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 ഗ ഗ ഗ ഗ പ പ മ രി സ. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ഈ രണ്ടാമത്തെ ലൈനിലും 4ാമത്തെ ലൈനിലും വന്നപ്പോൾ ഞാൻ ഗ ഗ എന്ന് പറഞ്ഞു. അത് മാ ഒരു ഫുൾ നോട്ടാണ് അതിനകത്ത്, അതായത് മാ ഗ ഗ. ഇതിനെ അരനോട്ടാക്കുന്ന ഇങ്ങനെ വായിക്കുന്ന സ്പീഡിൽ ഗ ഗ. അപ്പോൾ മാ ഗ ഗ ഗ ഗ ഇങ്ങനെ വായിച്ചെങ്കിലേ അത് അരനോട്ടാകും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് വായിക്കുന്നത് കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഗ ഗ ഗ ഗ ഗ ഗ പ സ രി ഗ. മാ 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 ഗ ഗ ഗ ഗ ഗ രി രി ഗ രി പ. അടുത്ത ലൈൻ ഗ ഗ ഗ ഗ ഗ ഗ ഗ
ഇങ്ങനെയാണിത് വായിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു സംഗതിയിലേക്ക് പോവാം. ഈ കീബോർഡിൻ്റെ ഈ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഒരുപാട് പോപ്പ്, ജാസ്, ലാറ്റിൻ, ഇന്ത്യൻ, പിയാനോ ഇങ്ങനെ ഓരോ മ്യൂസിക് ഉണ്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇടുക, അതാ ഇന്ത്യൻ ഇട്ടിട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് എന്നുള്ളതിലൊന്നും നമുക്കാണെങ്കിൽ അവത്തിൽ കെയർവായുടെ താളം ആദ്യം ഇതാകണം. ഇനി ഇതിനെ ഇവിടുത്തെ ഈ സ്വിച്ചിൽ നിന്ന് മാറ്റി കൊടുക്കാമെങ്കിൽ ഇത് ഡാൻഡിയയുടെ സൗണ്ടാണ്, ഡാൻഡിയയുടെ മ്യൂസിക്കാണ്. ഇത് തീൻ താളം, ഇത് ഭജൻ. ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി എടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഈ കീബോർഡ് വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാനുവൽ നമുക്ക് ഈ മാനുവൽ നമ്മുടെ കയ്യിൽ വെച്ചേക്കണം. ഇതിനകത്ത് ഇതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. ഇവിടെ നമുക്കെന്ന് പറയുന്നത് എടുക്കേണ്ടത് പിയാനോയോ സ്ട്രിങ്ങിൻ്റെയോ വോയിസ്, അത് നമ്മൾ എടുക്കണം. എന്താ സ്ട്രിങ്ങിൻ്റെ നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പോയിട്ട് ഈ പോപ്പ് റോക്ക് എന്നും പറഞ്ഞൊരു സാധനമുണ്ട് മ്യൂസിക്കിൻ്റെ, അതെടുക്കണം. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീഡ്, ഈ മെട്രോണോം സ്പീഡ് നമ്മൾ 92 കൊണ്ടുവരണം. ഇപ്പോൾ 92 ഇത് കിടക്കുന്നത്. ഇതാ നോക്കിക്കോളൂ. ഇനി നമ്മൾ ഈ മ്യൂസിക്കിൻ്റെ കൂടെ ചെയ്യേണ്ടതാ കോഡ്സ് അക്കമ്പനിയൻമെൻറ്റ് എന്നും പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ കോഡ്സ് വായിക്കുന്നതായി ഇങ്ങനെ സി വായിക്കണേ, ഡി വായിക്കണമെങ്കിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഡിയുടെ വായിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനും കോഡുണ്ട്. അത് ആ മ്യൂസിക്കിൻ്റെ ഷീറ്റ് ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ മേളിൽ പെൻസിലിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ കോഡാണ് വായിക്കുന്നത്. അത് നമ്മൾ ഈ 3 വരലുകൊണ്ട് നിങ്ങൾ വായിക്കണം. ആദ്യം നിങ്ങളത് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ മതി. സിംഗിൾ ടച്ച് മ്യൂസിക്കോടുകൂടി ഒന്ന് വായിച്ച് നോക്കാം. ഇങ്ങനെ വായിക്കുക. അപ്പം ഒരു തവണ കൂടെ ഞാൻ പറയാം, മ്യൂസിക്കിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, അത് അമക്കണം. മെട്രോണോമിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് വേണ്ട മ്യൂസിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ സൈഡിൽ വന്നിട്ട് ഏത് മ്യൂസിക്കിൻ്റെ സൗണ്ടാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കോഡ് അക്കമ്പനിയൻമെൻറ്റൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മ്യൂസിക്കോടുകൂടി നമുക്ക് പ്ലേ ചെയ്യാൻ നോക്കും. അപ്പം ഒരു തവണ നിങ്ങളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആദ്യം വിത്തൗട്ട് മ്യൂസിക് വായിക്കണം.
ശേഷം മ്യൂസിക്കോടെ വായിക്കുക. അപ്പോൾ എല്ലാ ആൾക്കാരുടെയിലും ഒരുപോലുള്ള കീബോർഡായിരിക്കുകയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു കീബോർഡ് ഇത് എൻ്റെ ഇപ്പം 4 വർഷത്തിന് മേളിലായ കീബോർഡാണ്. അപ്പോൾ പുതിയൊരു കീബോർഡ് വാങ്ങിക്കുമ്പോൾ ആ കീബോർഡിന് വ്യത്യസ്തമായിരിക്കും, ഓരോന്നിലും വ്യത്യാസമുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഓപ്പറേഷണൽ മാനുവൽ സ്വിച്ചുകളും അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 ഡിഫറൻറ്റ് കമ്പനിയുടെ കീബോർഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലും നിങ്ങളതിൻ്റെ ഓപ്പറേഷൻ രണ്ടിൻ്റെ മനസ്സിലാക്കിയതിന് ശേഷമേ അത് വായിച്ച് നോക്കാവൂ, അതല്ലെങ്കിൽ അവതാള രാഗത്തിലായി പോവും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു സോങ് ഇട്ടിരുന്നു, ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി പേരത് കണ്ടു, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടൊപ്പം തന്നെ ഒരു ദുഃഖമുണ്ട് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞിരുന്ന ബേസിക് എക്സസൈസുകൾ ചെയ്യാതെ നിങ്ങൾ പാട്ട് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മേജറും മൈനറും ഒക്കെയുള്ള സ്വരങ്ങൾ വരും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ആവും. അന്നേരം പാട്ട് വായിക്കുന്നത് തെറ്റും, അല്ലെ അതുപോലെ ഐക്യു വേണം ആളിന്. അപ്പം ദയവായിട്ട് ഈ എക്സസൈസുകളുടെ ക്ലാസ്സും കാണണം, ഇങ്ങനെയുള്ളതും കാണണം. അടുത്തത് ഞാൻ ഒന്നിലൊരു അയ്യപ്പ ഗാനമോ അല്ലെങ്കിൽ ക്രിസ്മസ് പ്രമാണിച്ച ഒരു ക്രിസ്തീയ ഭക്തിഗാനമോ ആയിരിക്കും ഇതിനകത്ത് വായിക്കാൻ പോകുന്നത്. എന്തു തന്നെ ആയാലും ദയവായിട്ട് എൻ്റെ ഈ ക്ലാസ് വ്യൂ ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ അതിലൊക്കെ ഒരു ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നതിനും വരെ ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട ചൊല്ലുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.